അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ QVP പഠിതാക്കളെ, ഈ വർഷത്തിൽ സൂറത്തുൽ നംലും സൂറത്തുൽ ഖസസുമാണ് ഖുർആൻ വിജ്ഞാന പരീക്ഷയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിനപ്പുറം ആ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു പഠനമാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഉണ്ടാകേണ്ടത്. അള്ളാഹു അതിനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് സൂറത്തുൻ നംലാണ്. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമാണ് സൂറത്തുൻ നംല് എന്നുള്ളത്. ആ സൂറത്തിൽ 93 ആയത്തുകളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടുള്ളത്. 27-ാം അധ്യായം 93 വചനങ്ങൾ ആണ് ആ അധ്യായത്തിലുള്ളത്. ആ അധ്യായം സൂറത്തുൻ നംല്, അത് മക്കിയാണോ മദിനിയാണോ? എന്താണ് മക്കി, എന്താണ് മദിനി? മക്കിയായ സൂറത്തുകൾ, മദിനിയായ സൂറത്തുകൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എങ്ങനെയാണ് അതിനെ തിരിച്ചറിയുക? അതിനെ വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മക്കിയായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ ഹിജറയ്ക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകൾ എന്നാണ്. അതല്ലാതെ മക്കയിൽ വച്ച് അവതരിച്ച സൂറത്തുകൾ എന്നല്ല. മക്കയിൽ വച്ച് അവതരിച്ച സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ കഴിഞ്ഞ് തിരിച്ച് മക്കയിലേക്ക് വന്നതിന് ശേഷവും ആ മക്കയിൽ വച്ച് ചില ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ മാ ഖബിലൽ ഹിജറ, ഹിജറയ്ക്ക് മുമ്പ് ഇറങ്ങിയ ആയത്തുകൾ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 53-ാമത്തെ വയസ്സിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നത്. അതുവരെ ഇറങ്ങിയ 40 വയസ്സ് മുതൽ 53 വയസ്സ് വരെ മക്കയിൽ താമസിച്ച കാലഘട്ടത്തിൽ ഹിജറയ്ക്ക് മുമ്പ് ഇറങ്ങിയ എല്ലാ സൂറത്തുകളെയും മക്കിയായ സൂറത്തുകൾ എന്ന് പറയും. അപ്പോൾ മദിനി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമാണ്, ഹിജറയ്ക്ക് ശേഷമുള്ള ആയത്തുകൾ, സൂറത്തുകൾ എന്ന് വ്യക്തമാണ്. മാ ബഅദൽ ഹിജറ, ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയ സൂറത്തുകളാണ് മദിനിയായ സൂറത്തുകൾ എന്നത് വളരെ വ്യക്തമാണ്. മക്കിയായ സൂറത്തുകൾ 86 സൂറത്തുകളാണ്, മദനിയായ സൂറത്തുകൾ 28 സൂറത്തുകളാണ് ഉള്ളത് എന്നത് നമുക്ക് ഖുർആനിൻ്റെ അതിൻ്റെ പ്രിൻറ്റിങ്, അതിൻ്റെ ഏറ്റവും ഇൻഡെക്സിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തുൻ നംല്, അത് ആ സൂറത്തിന് അങ്ങനെ ഒരു പേര് ലഭിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് അടുത്തതായി പരിശോധിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായമാണ് സൂറത്തുൻ നംല്. അതിലെ 18-19 വചനങ്ങൾ ഉറുമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ആ സൂറത്തിന് സൂറത്തുൻ നംല്, ഉറുമ്പ് എന്ന അർത്ഥമുള്ള നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, 18-19 വചനങ്ങളിൽ ഉറുമ്പിൻ്റെ സംഭവം എടുത്തുദ്ധരിക്കുന്നത് കൊണ്ടാണ്. വളരെ രസകരമായ ഒരു സംഭവമാണത്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 18-19 ആയത്തുകളിൽ ഉറുമ്പിൻ്റെ സംസാരവും പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം അത് കേൾക്കുകയും പിന്നെ അത് ഒരു രസകരമായ സംസാരങ്ങളും സംഭാഷണങ്ങളും അവിടെ നടന്നതുകൊണ്ട് ആ 18-19 വചനങ്ങളിൽ ഉറുമ്പിനെ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൻ നംല് എന്ന് പേര് വരാൻ കാരണമെന്ന് പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. ഇനി ഈ സൂറത്തിൽ പ്രതിപാദിക്കപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി പരിചയപ്പെടാം. ഒന്നാമത്, ഈ സൂറത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വരുന്നത് സൂറത്തുൽ ബഖറയിലാണ്. സവിസ്തരം വിശദീകരിച്ച മറ്റു 4 സൂറത്തുകളുണ്ട്. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഭാഗം ഈ സൂറത്തിലുണ്ട്. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ചില മുഅ്ജിസത്തുകൾ,
ചില സംഭവങ്ങൾ, ചരിത്രപരമായ വിഷയങ്ങൾ ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം ഉറുമ്പിനോട് സംസാരിച്ച ആ സംഭവം, അതാണ് 18-19 ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ മരം കൊത്തി, ഹുദ്ഹുദ് എന്ന് പറയുന്ന മരം കൊത്തി അതിനെ അന്വേഷിക്കലും, പിന്നെ അത് വന്ന് സബയിലെ സംഭവങ്ങൾ പറയലും, പിന്നെ അവിടെ ഒരു രാജ്ഞിയുണ്ട്, അവിടെ വിശ്വാസം, സൂര്യന് സുജൂദ് ചെയ്യുന്നവരാണവർ എന്നൊക്കെയുള്ള വാർത്തകൾ പറഞ്ഞ സംഭവങ്ങൾ അതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ബിൽഖീസ് രാജ്ഞിയുടെ വാർത്തകളും അവരുടെ സിംഹാസനവും ഇതെല്ലാം ആ ഒരു സൂറത്തിൽ ഒരു 25-26 വചനങ്ങളിലൂടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ബിൽഖീസ് രാജ്ഞിക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാം അയച്ച കത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണാം. സിംഹാസനം അവിടെ ഉണ്ട്, ആ സിംഹാസനത്തെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് എത്തിക്കണമെന്നുള്ള ചർച്ചകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ സിംഹാസനം ഇവിടെ എത്തുകയും രാജ്ഞിയും അതുപോലെയുള്ള ആളുകളും സബയിൽ നിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ മുസ്ലിമായിക്കൊണ്ട് എത്തുന്ന ചരിത്രം നമുക്ക് കാണാം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഏകത്വം ഈ സൂറത്തിൽ വളരെ സ്പഷ്ടമായി പ്രതിപാദിക്കുന്നത് കാണുവാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ സൂറെന്ന കാഹളത്തിൽ ഊതുന്നതുമായി ബന്ധപ്പെട്ട ചില തുടർ സംഭവങ്ങൾ ഈ സൂറത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അന്ത്യദിനത്തിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന രക്ഷയും മോക്ഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ചെയ്തികളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന റബ്ബ് മാത്രമാണ് എന്നതും, മനുഷ്യൻ്റെ ഹൃദയങ്ങളിലുള്ളത് എല്ലാം അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നുള്ളതും, അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കഴിവ് അതൊരാൾക്കും തുല്യമായിട്ടില്ല, ഒരാൾക്കും അതിൻ്റെ 1% പോലും അള്ളാഹുവിന് പേരൊത്തതില്ല എന്നുള്ളത് കൃത്യമായി വ്യക്തമായി ഈ ആയത്തുകളിൽ ഈ സൂറത്തിൽ ഉടനീളം വിശദീകരിക്കുന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഉറുമ്പ് എന്നത് നിസ്സാരമായ ഒരു ജീവിയായിക്കൊണ്ട് നമ്മൾ ഒരിക്കലും കണക്കാക്കരുത് എന്നതുകൂടി ഈ ഉറുമ്പിൻ്റെ സൂറത്തുൻ നംല് എന്ന ആ സൂറത്തിന് പേരിടാൻ തന്നെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിസ്സാരമായ ഒരു ജീവിയല്ല, അതിൽ നിന്ന് എമ്പാടും നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ സ്ട്രെങ്ത്ത്, ചെറിയ ജീവിയാണെങ്കിൽ പോലും അതിനേക്കാൾ വലിയ ഭാരങ്ങൾ ചുമക്കാനുള്ള ഒരു കഴിവ് അതിനുണ്ട് എന്നതും, അതുപോലെ തന്നെ അതിൻ്റെ ഒത്തൊരുമയും അതിൻ്റെ കമ്മ്യൂണിറ്റിയും, അത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുമായുള്ള സഹവാസങ്ങളും തൻ്റെ സഹജീവികളോടുള്ള സ്നേഹവും അവരോടുള്ള പെരുമാറ്റവും അവരുടെ ഒത്തൊരുമയുമെല്ലാം ഈ സൂറത്തു നംലി എന്ന സൂറത്ത് നമ്മൾ പഠിക്കുമ്പോൾ ആ ഉറുമ്പിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൂടി പറയുകയാണ്. വിശുദ്ധ ഖുർആനിലെ 27-ാം അധ്യായം സൂറത്തു നംലിലെ 1-ാമത്തെ ആയത്താണ് നാം ഇന്ന് പഠിക്കുന്നത്. ആ ആയത്ത് നിങ്ങൾക്ക് കേൾക്കാം. ത്വാസീൻ തിൽക ആയാതുൽ ഖുർആനി വകിതാബിൻ മുബീൻ. 1-ാമത്തെ ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാസീൻ, അവിടെ ആ ത്വാസീൻ എന്നുള്ളത് കേവലാക്ഷരമാണ്. അതായത് ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് അതിനെ അറബിയിൽ പറയുക. കേവലാക്ഷരമായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് തുടങ്ങുന്ന 1-ാമത്തെ ആയത്തിൽ അത് ഒരക്ഷരം കൊണ്ട് തുടങ്ങിയതുണ്ട്, 2 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതുണ്ട്, 3 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതുണ്ട്, 4ഉം 5ഉം അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതുണ്ട്. അതിൽ ഒരക്ഷരം കൊണ്ട് തുടങ്ങിയതാണ് സൂറത്തു നൂനും സൂറത്തുൽ ഖാഫും. 2 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതാണ് സൂറത്തു ഹാമീം. 3 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതാണ് അലിഫ് ലാം മീം. 4 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതാണ് അലിഫ് ലാം മീം റാ. അതുപോലെ തന്നെ 5 അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ ഹുറൂഫുൽ മുഖത്തഅ കാഫ് ഹാ യാ ഐൻ സ്വാദ് സൂറത്തു മറിയമിലെ 1-ാമത്തെ ആയത്താണ്. അപ്പോൾ ഇങ്ങനെ കേവലാക്ഷരങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ അക്ഷരങ്ങളുടെ അർത്ഥം യഥാർത്ഥത്തിൽ നമുക്ക് അറിയില്ല. ഇവിടെ ഈ സൂറത്ത് തുടങ്ങുന്നത് കേവലാക്ഷരങ്ങൾ കൊണ്ടാണ്. ത്വാസീൻ എന്ന് പറയുന്ന കേവലാക്ഷരങ്ങൾ, അതിൻ്റെ അർത്ഥം നമുക്ക് അറിയില്ല എന്നത് തന്നെയാണ്. അള്ളാഹുവിലേക്കാണ് അതിൻ്റെ അർത്ഥം മടക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ല പറയുന്നു, ഹിയ മിമ്മസ്തഅ്സറല്ലാഹു ബിഇൽമിഹി ഫറുദ്ദു ഇൽമഹാ ഇലല്ലാഹ്. അതിൻ്റെ അറിവ് എന്നത്, അതിൻ്റെ അർത്ഥം, അതിൻ്റെ വിജ്ഞാനം
അത് അള്ളാഹുവിനു മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇമാം ഖുർത്തുബി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും പറഞ്ഞതായി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൻ്റെ ഒരു അമാനുഷികമായി കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അറബി അക്ഷരം 28 ആ 28 അക്ഷരങ്ങൾ ചേർത്ത് അതിൻ്റെ വാചകങ്ങൾ ഉണ്ടാക്കി അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നാമത്തെ സൂറത്ത് മുതൽ അവസാനത്തെ സൂറത്തുകൾ വരെ ഉള്ളത്. ആ 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങൾ, അതായത് ആവർത്തനങ്ങളില്ലാതെ ഇത്തരം കേവലാക്ഷരങ്ങളുടെ അക്ഷരങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 14 അക്ഷരങ്ങളാണ് ഈ രൂപത്തിൽ കേവലാക്ഷരമായി കൊണ്ടുള്ളത്. അതേ അക്ഷരങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അർത്ഥമുള്ള മറ്റു വാചകങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയും ഒരു ഖുർആനിൻ്റെ അമാനുഷികമാണ് എന്നത് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥം അത് അള്ളാഹുവിന് മാത്രമാണ് അറിയുന്നത് എന്നതാണ് ശരിയായ ഒരു വശമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനർത്ഥമില്ല എന്നൊരിക്കലും നമ്മൾ സ്ഥിരപ്പെടുത്താൻ പാടുള്ളതല്ല. അതിൻ്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വച്ചിരിക്കുകയാണ് അവൻ്റെ അടുക്കൽ എന്നത് നമ്മൾ തിരിച്ചറിയുക. ഇനി ഒന്നാമത്തെ ആയത്തിൻ്റെ ബാക്കി ഭാഗം തിൽക ആയാത്തുൽ ഖുർആനി വ കിതാബിൻ മുബീൻ. തിൽക എന്ന് പറഞ്ഞാൽ ഇഷാറത്തുൻ ഇലാ അളമതിഹി, അതായത് ഒരു മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൂചനയാണ് ആ തിൽക എന്നുള്ളത്. അതായത് അടുത്തു പറയുന്ന വിഷയം അത് കുറച്ച് മഹത്വമേറിയതാണ്, അതുകൊണ്ടാണ് അവിടെ തിൽക എന്ന് ഉപയോഗിച്ചത്. തിൽക ആയാത്തു, ആയാത്തു എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം, വചനം, സൂക്തം എന്നിങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. ഇവിടെ ആയാത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങൾ, വചനം, സൂക്തം, മുഅ്ജിസത്ത്, ഇതിനൊക്കെ ദൃഷ്ടാന്തമെന്ന് പറയും. സൂര്യനും ചന്ദ്രനും ദൃഷ്ടാന്തമാണ്. റസൂലുകളിലൂടെ നടക്കുന്ന അമാനുഷികമായ ചന്ദ്രൻ പിളർന്നതും വിശുദ്ധ ഖുർആനും, അതുപോലെ തന്നെ നബിയിലൂടെ സംഭവ്യമായ ഇസ്രാ മിഅ്റാജ്, മൂസ നബി അലൈഹി സ്വലാം വടി നിലത്തിട്ടപ്പോൾ പാമ്പായത് പോലെയുള്ളതെല്ലാം മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്തുകളെല്ലാം ആയാത്തുകളാണ്, അതായത് ദൃഷ്ടാന്തങ്ങളാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെയും സൂക്തങ്ങളെയും ആയാത്ത് എന്ന് പറയാറുണ്ട്. ആയത്തുൻ ജംഅ് ആയാത്തുൻ, ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സൂക്തം. ആയാത്ത് എന്ന് പറയുമ്പോൾ സൂക്തങ്ങൾ ബഹുവചനമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തിൽക ആയാത്തുൻ, ഇത് ചില സൂക്തങ്ങളാകുന്നു. അത് അതിൻ്റെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള രൂപത്തിലുള്ള സംസാരമാണ്, അളമത്ത് നൽകിക്കൊണ്ടുള്ള സംസാരമാണ്. തിൽക ആയാത്തുൽ ഖുർആനി വ കിതാബിൻ മുബീൻ. ഖുർആൻ എന്ന് പറയുമ്പോൾ ഗ്രന്ഥം, പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം എന്നാണ് ഖുർആൻ എന്നതിൻ്റെ അർത്ഥം. ഇവിടെ ഖുർആനി വ കിതാബിൻ എന്നും പറയുന്നുണ്ട്. തിൽക ആയാത്തുൽ ഖുർആനി വ കിതാബിൻ. അപ്പോൾ ഖുർആൻ എന്ന് പറയുമ്പോൾ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം, കിതാബ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തി വച്ച ഗ്രന്ഥം. രണ്ടിനും രണ്ടർത്ഥമാണ്. ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നു, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് പാരായണം ചെയ്യപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്നു. ഇനി കിതാബ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തിയ ഗ്രന്ഥം എന്നത് അർത്ഥമാക്കുന്നു. മുബീൻ, മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായത്, സുവ്യക്തമായത്, അതിൽ ആശങ്കകളില്ല, അതിൽ അവ്യക്തതകളില്ല, അതിൽ പരസ്പരം വൈരുദ്ധ്യങ്ങളാകുന്നതില്ല, ഒന്നുമില്ല, എല്ലാം ക്ലിയറാണ്. അങ്ങനെ വ്യക്തമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ഈ ഖുർആൻ ആർക്കാണ് ഉപകരിക്കുന്നത് എന്നതാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ആ ആയത്ത് നിങ്ങൾക്ക് കേൾക്കാം. ഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ. ഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ. ഹുദൻ എന്ന് പറഞ്ഞാൽ സന്മാർഗം, വബുശ്റാ സന്തോഷവാർത്തയുമാണ്, ലിൽ മുഅ്മിനീൻ ആർക്കാണത് സന്മാർഗവും സന്തോഷവാർത്തയും ലഭിക്കുന്നത്? മുഅ്മിനീങ്ങൾക്കാണ്, സത്യവിശ്വാസികൾക്കാണ്. വിശ്വാസം സ്വീകരിച്ച ഉൾക്കൊണ്ട ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ സന്മാർഗവും സന്തോഷവാർത്തയുമാണ്. സ്വർഗം കൊണ്ടുള്ള സന്തോഷവാർത്ത വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ എന്ന് എടുത്തു പറയാൻ കാരണം? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതും
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതേ വിശുദ്ധ ഖുർആനിൻ്റെ വരികളാണ് അബൂജഹലും കേട്ടത്. പക്ഷേ അബൂജഹൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സന്മാർഗം ലഭിച്ചവർ, അതുപോലെ തന്നെ സന്തോഷവാർത്ത ലഭിക്കുന്നവർ അതാരാണ്? വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള സന്തോഷവാർത്ത ലഭിക്കുന്നത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് എന്നത് ഈ ആയത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി തൊട്ടടുത്ത വചനത്തിൽ ആരാണ് ആ മുഅ്മിനീങ്ങൾ എന്നുകൂടി വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാം. الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. മൂന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് മുഅ്മിനീങ്ങൾ എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്നു. അല്ലദീന, അവർ എങ്ങനെയുള്ളവരാണ്? യുഖീമൂന സ്വലാഹ്, അവർ നിസ്കാരത്തെ നിലനിർത്തുന്നവരാണ്. വയുത്തൂന സക്കാത്ത്, അവർ സക്കാത്ത് കൊടുത്തു വീടുന്നവരാണ്. വഹും ബിൽ ആഖിറത്തി ഹും യുഖിനൂൻ, അവർ പരലോകത്ത് വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് 3 ഗുണഗണങ്ങൾ വിശ്വാസികളെ, ആരാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞത് നിസ്കാരം നിലനിർത്തുന്നവർ എന്നതാണ്. യഥാർത്ഥ വിശ്വാസികൾ അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ് എന്ന് എടുത്തു പറഞ്ഞു. തോന്നുമ്പോൾ നിസ്കരിക്കുന്നവരല്ല. നിസ്കാരം അതിൻ്റെ സമയത്ത്, അതിൻ്റെ വാജിബുകൾ, അതിൻ്റെ റുക്നുകൾ, അതിൻ്റെ ഷർത്തുകൾ പാലിച്ച് കൃത്യമായി നിസ്കരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാണവർ എന്ന് വിശുദ്ധ ഖുർആൻ ഒന്നാമതായി എടുത്തു പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വഹാബത്ത് വന്ന് ചോദിക്കുകയാണ്, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണ്, അമൽ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അസ്സലാത്തു ലി വക്തിഹ, അതിൻ്റെ സമയത്ത് നിസ്കാരത്തെ നിർവഹിക്കുന്നവനാണ് യഥാർത്ഥ അള്ളാഹുവിന് ഇഷ്ടമുള്ളവൻ, അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നതും നമുക്ക് സന്തോഷവാർത്ത ലഭിക്കുകയും ചെയ്യുക. യഥാർത്ഥ സത്യവിശ്വാസി കൃത്യമായി സമയത്ത് നിസ്കരിക്കും. അത് തോന്നുമ്പോൾ നിസ്കരിക്കുക എന്നതല്ല, ആളുകൾ കാണുമ്പോൾ നിസ്കരിക്കുക, അല്ലെങ്കിൽ ആളുകൾ കാണാൻ വേണ്ടി നിസ്കരിക്കുക, അല്ലെങ്കിൽ ആളുകൾ നല്ലത് പറയാൻ വേണ്ടി നിസ്കരിക്കുക, അങ്ങനെ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കരിക്കുക. ആ നിസ്കരിക്കുന്നത് കൃത്യമായി സമയബന്ധിതമായി കൊണ്ട് നിസ്കരിക്കുക. അതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സൽഗുണമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്. ഇനി രണ്ടാമതായി ആ ആയത്തിൽ പ്രതിപാദിച്ച രണ്ടാമത്തെ ഗുണം വയുത്തൂന സക്കാ, അവർ സക്കാത്ത് കൊടുത്തു വീടുന്നവരാണ് എന്നതാണ്. തൻ്റെ സമ്പത്തിൻ്റെ സംസ്കരണമാണ് സക്കാത്ത് കൊടുത്തു വീടുക എന്നുള്ളത്. സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നതാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. പാവപ്പെട്ട അർഹരായ ആളുകൾക്ക് അതിൻ്റെ ഓഹരി എത്തണം, അത് നമ്മൾ പിടിച്ചു വെക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു വീടുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അവനാണ് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള സന്തോഷവാർത്തയുള്ളത്. അവനാണ് ആ വിശുദ്ധ ഖുർആനിലൂടെ നേർമാർഗം സിദ്ധിക്കാൻ സാധിക്കുക എന്നൊക്കെയും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞ നിസ്കാരവും സക്കാത്തും ഇവ രണ്ടും മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർക്കും പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മതനിയമമാക്കിയ സംഭവമാണ്. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, വഔസാനി ബിസ്സലാത്തി വസ്സക്കാത്തി മാ ദുംതു ഹയ്യ. ഈസാ നബി അലൈഹിസ്സലാമിനും സ്വലാത്തും സക്കാത്തും അത് കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നത് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും നിസ്കാരവും നോമ്പും അത് നിർബന്ധമാക്കപ്പെട്ടിരുന്നു എന്നത് തന്നെയാണ് മുൻകഴിഞ്ഞ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വിശുദ്ധ ഖുർആനിലൂടെ നേർമാർഗം ലഭിക്കുന്നതും അതുപോലെ തന്നെ സന്തോഷവാർത്ത ലഭിക്കുന്നതുമായ വിശ്വാസിയുടെ മൂന്നാമത്തെ ഗുണമാണ് ആ ആയത്തിൻ്റെ അവസാനമായി കൊണ്ട് പഠിപ്പിക്കുന്നത്. വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. വഹും അവരാകട്ടെ, ബിൽ ആഖിറത്തി പരലോകത്തിൽ, ഹും അവർ തന്നെ വിശ്വസിക്കുന്നു, ഹും യൂഖിനൂൻ ദൃഢമായ
വിശ്വാസമുള്ളവരാണവർ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ഈ 3-ാമത്തെ ആയത്തിൽ അവസാനമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത് നിസ്കാരം നിലനിർത്തുന്നവരാണ്, രണ്ടാമത്തത് സക്കാത്ത് നൽകുന്നവരാണ്, മൂന്നാമത്തത് പരലോകത്തിൽ ദൃഢവിശ്വാസമുള്ളവരാണ് എന്നുള്ളതാണ്. അവിടെ വഹും ബിൽ ആഖിറത്തി അവിടെ ശേഷം ഒരു ഹും എന്ന് എടുത്തു പറയാൻ കാരണം അത് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, അവർ തന്നെ യഥാർത്ഥ വിശ്വാസം, ഉറപ്പുള്ള വിശ്വാസം, ദൃഢവിശ്വാസമുള്ളവരാണ് അവർ എന്ന് ഒന്നുകൂടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ പരലോകത്ത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഖബർ, അവിടെ രക്ഷയും ശിക്ഷയുമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പ് നാളുണ്ട്, അവിടെ വിചാരണയുണ്ട്, നമ്മുടെ നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന ഒരു തുലാസുണ്ട്, അള്ളാഹുവിൻ്റെ മഹ്ശറുണ്ട്, അതിനുശേഷം സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇതൊന്നും ഒരു സ്വപ്നമല്ല, സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ പരലോകത്ത് വിശ്വസിക്കുന്നവർ, ദൃഢവിശ്വാസമുള്ളവർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, പരലോകത്ത് യഥാർത്ഥ വിശ്വാസം, യഖീനായ വിശ്വാസമുള്ളവർ, അവർക്കാണ് ഖുർആൻ ഉപകരിക്കുന്നത്, അവർക്കാണ് ഖുർആൻ സന്തോഷവാർത്ത നൽകുന്നത് എന്നതും വിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം 2-ാമത്തെ വചനത്തിലൂടെ ഹുദൻ വബുഷ്റാ ലിൽ മുഅ്മിനീൻ എന്ന ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശ്രവിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.